Hi, Namaste. Welcome back viewers. Welcome back to my channel WinTrader. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷനിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ സ്ട്രാറ്റജിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തുടക്കക്കാർക്ക് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ളത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്ഷൻ മാത്രമല്ല നമുക്ക് NSE ക്യാഷ് ഫ്യൂച്ചർ അതേപോലെ തന്നെ ഫോറക്സ് കമ്മോഡിറ്റീസ് അങ്ങനെ എല്ലാം മാർക്കറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ എങ്ങനെ എൻട്രി എടുക്കണം സോഫ്റ്റ്വെയറിൽ പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ രാവിലെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത ലെവലിൽ ബ്രേക്ക് നേരെ മാർക്കറ്റ് മുകളിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് 60 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ പ്രകാരം ഞാൻ മോർണിംഗിൽ ഓപ്ഷൻ എടുത്തതാണ്. ഓപ്ഷൻ 21,400 കോൾ ഓപ്ഷൻ എടുത്തതാണ്. അത് മോർണിംഗിൽ ബ്രേക്ക് ഔട്ട് നമുക്ക് സിഗ്നൽസ് കിട്ടി. ഞാൻ 192 നമ്മൾ പോർഷൻ എടുത്ത് നേരെ മാർക്കറ്റ് 261, 262 വരെ നമുക്ക് പോയിട്ടുണ്ട്. ആ റേഞ്ചിൽ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് മോർണിംഗിൽ ബുക്ക് ചെയ്തിറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 3,450 റുപ്പീസോളം നമുക്ക് ഒരു ലോട്ടിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 3 ലോട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 10,000 മുകളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ഹ്യൂജ് ഹൈക്കാണ് ഇന്ന് മോർണിംഗിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് എങ്ങനെ എൻട്രി കാണിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് എങ്ങനെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ്റെ ചാർട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴത്തെ റേറ്റ് കാണുന്ന ഈ കോർണറിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളർ അപ്പാരോ ബൈയും റെഡ് കളർ സെല്ലും ആണ്. അപ്പോൾ രണ്ട് ഓട്ടോമാറ്റിക് സിഗ്നൽസ് നമുക്ക് വരുന്ന സമയത്ത് ഡീറ്റെയിൽസ് അതായത് സിഗ്നൽസ് വന്നു എന്നുള്ളതിന് നമുക്ക് ആക്ച്വലി ഇതേപോലെ സൗണ്ട് എഫക്റ്റ് ഈ സൗണ്ട് എഫക്റ്റോടൊരു സിഗ്നൽസ് ഇങ്ങനെ അലേർട്ട് കാണിച്ചു തരും. ഈ അലേർട്ടിനകത്ത് ഈ ബോക്സിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഇപ്പോൾ ഈ അലേർട്ട് വന്നത് എപ്പോഴാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ അലേർട്ട് വന്ന ടൈമിങ് ഡീറ്റെയിൽസ് അതെല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് എൻട്രി എടുക്കുന്നതിന് മുമ്പ് കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്യാപ്പിലാണെങ്കിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്ത ലെവലിനും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. ഇപ്പോൾ സിഗ്നൽസ് വന്നത് ഇപ്പോൾ ഇന്ന് ഗ്യാപ്പിലാണ്. അപ്പോൾ രാവിലെ 9:20 എൻട്രി പോയിന്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കയറി എൻട്രി എടുക്കാൻ പറ്റത്തില്ല. കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ക്യാൻഡിൽ കളർ നോക്കണം. താഴത്തെ കൺഫർമേഷൻ ബാർ പ്രൈസ് ഇൻ ബൈ സോൺ ഇത് മൂന്നും നോക്കിക്കഴിഞ്ഞാലും റെസിസ്റ്റ് ചെയ്ത ലെവലിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലേ ആക്യുറസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഗ്യാപ്പിൽ ഓപ്പൺ ആകുമ്പോൾ അപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 50-60 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് പ്രോഫിറ്റ് ഈ ഒരു സിഗ്നലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് സൈഡ് വേസ് ആണ്. സെല്ലിലേക്ക് പോയിട്ടില്ല. സൈഡ് വേസിൽ തങ്ങി നിൽക്കണം. അവിടെ സെൽ സിഗ്നൽ വന്ന് പ്രോപ്പർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവിടെ സെൽ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അതുവരെ നമുക്ക് ഇപ്പോൾ ബൈ പോർഷൻ എക്സിറ്റ് ചെയ്യാം. പക്ഷേ പുതിയൊരു ട്രേഡ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അത് പ്രകാരം രാവിലെ മോർണിംഗിൽ ബ്രേക്ക് ഔട്ട് പോയ റേറ്റ് പ്രകാരം പിടിച്ച് നോക്കുമ്പോൾ 21,591 എന്നാണ്. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ഞാൻ 400 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും രാവിലെ ബൈസൈക്കിൾ വന്നിട്ടുണ്ട്. ബൈസൈക്കിൾ വന്ന ഡീറ്റെയിൽസ് അപ്പോൾ ഇപ്പോൾ വന്ന സെല്ലിൻ്റെ ഡീറ്റെയിൽസാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സെല്ല് കൺഫേംഡ് അല്ല. കാരണം ക്യാൻഡിൽ ഇവിടെ റെഡ് ഇല്ല. താഴെയും ഇവിടെ പ്രൈസ് ഓണും റെഡ് വന്നിട്ട് കാര്യമില്ല. ക്യാൻഡിൽ കളർ റെഡിലേക്ക് വരാതെ അവിടെ എടുക്കാൻ പറ്റത്തില്ല. ക്യാൻഡിൽ കളർ നമുക്ക് റെഡ് പ്രോപ്പർ റെഡിലേക്ക് വരണം. കളർ ചേഞ്ച് വരുന്നത് സൈഡ് വേസ് ആണ്. എക്സ്ട്രാ കളേഴ്സ് ഈ ബ്ലൂ കളർ ഹോളോ ക്യാൻഡിൽസ് അതേപോലെ ഓറഞ്ച് കളർ ഇതെല്ലാം സൈഡ് വേസ് മാർക്കറ്റാണ്. അപ്പോൾ സിഗ്നൽസ് വന്ന് കൺഫർമേഷൻ വന്ന് റെസിസ്റ്റ് ചെയ്ത ലെവലിന് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് ആക്ച്വലി ഈ ഒരു ഓപ്ഷൻ ഇന്ന് മോർണിംഗിൽ അതായത് നിഫ്റ്റി ഓപ്ഷൻ ഇന്ന് മോർണിംഗിൽ നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം എങ്ങനെ ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് ലൈവിൽ അതായത് ലൈവ് സെക്ഷനിലായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ട്രേഡ് അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതിനകത്ത് എൻട്രി എങ്ങനെ കിട്ടുന്നു എക്സിറ്റ് റിവേഴ്സൽ ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ താല്പര്യമുണ്ട് വിളിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ ബൈയും നമ്മൾ വ്യത്യാസം കൂടെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ ബൈ വന്ന് സിഗ്നൽ കൺഫേം ആയി പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് പോയി ഇന്നത്തെ ബൈ നേരെ മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വന്ന ബൈ സിഗ്നൽ അവിടെ കൺഫർമേഷൻ ആയിരുന്നു. പക്ഷേ എന്നാലും സൈഡ് വേസ് ട്രെൻഡ് അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർ ബ്രേക്ക് ഔട്ടിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു. അവിടെ ബ്രേക്ക് ഔട്ട് പോയിട്ടില്ല. മാർക്കറ്റ് സെയിം നമുക്ക് സൈഡ് വേസ് തിരിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള സിമ്പിളാണ് സോഫ്റ്റ്വെയർ ഇവിടെ കാണിച്ചത്. ഓക്കെ. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ലൈവായിട്ട് ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സെക്ഷനിലേക്ക് അറ്റൻഡ് ചെയ്ത് അതായത് ബിഗിനേഴ്സ് മാത്രമല്ല എല്ലാവർക്കും നമുക്ക് ലൈവിൽ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഓപ്ഷനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്. ഓപ്ഷൻ പക്ഷേ ഇങ്ങനെ ട്രേഡ് ചെയ്യണം കറക്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യുന്നൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന രീതികളെല്ലാം ഇന്നത്തെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് കറക്റ്റ് ഒരു ട്രേഡ് നിങ്ങൾ എടുത്തു പോയാൽ മതി. ഓക്കെ. താങ്ക് യു.